എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. 250 ഗ്രാം 1/4 കിലോ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. കൊത്തി അരിഞ്ഞെടുക്കണം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഇതുപോലെ കൊത്തിയരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഇങ്ങനെ ചെമ്മീൻ റോസ്റ്റ് വെക്കുമ്പോൾ നല്ലത്. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് 3 മിനിറ്റ് സവാള ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആയിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് തന്നെ കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുവരെ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസിലും അത്യാവശ്യം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് വഴണ്ട് ആ വെള്ളം എല്ലാം വറ്റി വരണം. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 10 മിനിറ്റിന് ശേഷം നല്ലതുപോലെ വെള്ളം എല്ലാം വറ്റി പച്ചക്കുത്തെല്ലാം മാറി നല്ലപോലെ വെന്ത് വഴണ്ട് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊരു പാകത്തിനുള്ള എരിവായിരിക്കും. ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ വേണം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ. 250 ഗ്രാം അല്ലെങ്കിൽ 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കിയതിന് ശേഷമാണ് 250 ഗ്രാം ഉള്ളത്. ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ അത്യാവശ്യം നല്ല വേവുണ്ട്. സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ നന്നായി വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ചേർത്തത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഏകദേശം ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോഴേക്കും ചെമ്മീൻ അത്യാവശ്യം വെന്ത് കിട്ടും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വയ്ക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ കുറച്ച് വെള്ളം അതിലുണ്ടാവും. ഇത് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. ഓപ്പൺ ചെയ്തതിന് ശേഷം തീ ഒന്ന് നന്നായി കൂട്ടി വെച്ച് ഒരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ. നല്ലതുപോലെ ഇത് വറ്റി വരും. നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ വരും. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. എരിവൊക്കെ ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വറ്റിച്ചെടുക്കണം. ഒരു 2 മിനിറ്റിൽ താഴെ എടുക്കുള്ളൂ. അതിലുള്ള വെള്ളം പെട്ടെന്ന് തന്നെ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്